ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആകെ മൊത്തം അടിച്ച് പൂസായിട്ടാണുള്ളത് ഗോവിന്ദും രഞ്ജും അതുപോലെ തന്നെ മഹേഷും കൂടെ. അപ്പോൾ പിന്നെ പാട്ടൊക്കെ പാടുന്ന മത്സരമായി പിന്നെ 3 പേരും കൂടെ. അന്തിക്കട പുറത്തിന്നോലക്കൂടെ എടുത്ത് 4 കുട്ടി മുറുക്കി എടുക്കണത് ആരാണ് ആരാണ് അങ്ങനെ 3 പേരും കൂടെ കട്ടക്ക് പാടിക്കൊണ്ട് മത്സരം പോലെ പാടുകയാണ്. രഞ്ജു ആണെങ്കിൽ തകൃതിയായിട്ട് ഡാൻസും ഉണ്ട്. കള്ളു കുടിച്ച് പൂസായിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. അപ്പോഴേക്കും ശബ്ദമൊക്കെ കേട്ടിട്ട് ഗീതവും അതുപോലെ തന്നെ രേഖയും കാഞ്ചനൊക്കെ കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പം രഞ്ജുവിൻ്റെ ഡാൻസ് കണ്ടിട്ട് രേഖ ചോദിക്കുന്നുണ്ട്, ഇനി ഇവൾ ഇത് കഴിഞ്ഞിട്ട് ഡാൻസ് മത്സരത്തിന് വാശി പിടിക്കുമോ? അങ്ങനെയങ്ങ് അവൾ വന്നു കഴിഞ്ഞാൽ ആ കള്ളും കൂടെ എടുത്ത് അവളുടെ തലയിലേക്ക് കമഴ്ത്തു ഞാൻ. ഗീതു ദേഷ്യത്തോടെ പറയാണ്. 3 പേരും കൂടെ ഡാൻസ് കളിച്ച് ചില സമയത്ത് ഗോവിന്ദ് രഞ്ജുവിൻ്റെ കൂടെയാണ്, അതായത് പെയറായിട്ട് കളിക്കുന്ന സമയത്ത് അധികം മഹേഷിൻ്റെ കൂടെയാണ്, ബാക്കിയുള്ള സമയത്ത് രഞ്ജുവിൻ്റെ കൂടെ വന്നപ്പോഴേക്കും ഗീതു അവിടെ നിന്നിട്ട് നോക്കിയിട്ട് ആഹാ എന്നും പറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ ഗീതു അടുത്തെത്തി കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് ഗോവിന്ദിന് മനസ്സിലായി എന്തുകൊണ്ടാണ് ഗീതു വന്നത്. വേഗം തന്നെ മഹേഷിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. പക്ഷേ രഞ്ജുവിന് അത് മനസ്സിലായിട്ടില്ല, കാരണം രഞ്ജു അടിച്ച് പൂസായിട്ടാണുള്ളത്. അപ്പോൾ രഞ്ജു വീണ്ടും ഗോവിന്ദിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് ഡാൻസ് കളിക്കുകയാണ്. അപ്പോഴേക്കും ഗീതു ഇടയിൽ കയറിയിട്ട് അറിയും ആഹാ. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് രേഖയും കാഞ്ചനും നിൽക്കുന്നത്. രേഖക്ക് നല്ല സന്തോഷമാകുന്നുണ്ട്. രേഖ പുഞ്ചിരിക്കുകയാണ് ഗീതുവിൻ്റെ കളി കാണുന്ന സമയത്ത്. അപ്പോഴേക്കും രേഖയെ നോക്കി എങ്ങനെയൊക്കെയോ അവിടെ എസ്കേപ്പ് ആയിക്കൊണ്ട് വേഗം കാഞ്ചന പോയിട്ട് കള്ളെടുത്ത് കുടിക്കുകയാണ്. രഞ്ജു ആണെങ്കിൽ ഗീതു ഇടയിൽ നിന്നപ്പോഴേക്കും ഗീതുവാണ് പേരെന്ന് കരുതിയിട്ട് ഗീതുവിൻ്റെ കൈ പിടിച്ചിട്ടാണ് പിന്നെ കളിക്കുന്നത്. ഗീതുവിനാണ് ദേഷ്യം വരുന്നുണ്ട്, കാരണം ഗീതു കള്ളുപിടിച്ചിട്ടില്ലല്ലോ, രഞ്ജു അല്ലേ കള്ളുപിടിച്ചിട്ട് പൂസായത്. അതേസമയം കാഞ്ചന ഗ്ലാസ്സിൽ ബേക്കുന്ന എടുത്തിട്ട് കള്ളു കുടിക്കുകയാണ്. അപ്പോഴേക്കും രേഖ ദേഷ്യം പിടിച്ചിട്ട് കാഞ്ചനൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. കാഞ്ചന എന്തോ ഈ കാണിക്കുന്നത്, ഭയങ്കര ദാഹം കാഞ്ചന പറയുന്നുണ്ട്. മതി, കുടിച്ചത് മതി, ഇങ്ങോട്ടേക്ക് എഴുന്നേക്ക് എന്ന് പറഞ്ഞ് രേഖ കാഞ്ചനെ പിടിച്ച് വലിക്കുകയാണ്. അതേസമയം ഗീതു ഗോവിന്ദിൻ്റെ കൈ പിടിച്ച് വലിച്ചിട്ട് മാറ്റി കൂട്ടിക്കൊണ്ടുവിടും. എന്നിട്ട് പറയുന്നുണ്ട്, ഹലോ ഇങ്ങോട്ടൊന്ന് വന്നേ, AGM-ൻ്റെ ചെയർമാനാ, അത് മറക്കരുത്, കള്ളു കുടിച്ച് ബോധമില്ലാതെ കളിക്കരുത്. അപ്പോഴേക്കും ഗോവിന്ദ് പറയുന്നുണ്ട്, ആ മദ്യത്തിന്റെ മുൻപിൽ മാനേഴ്സ് ഇല്ല ഗീതു, AGM-ൻ്റെ ചെയർമാനും വൈസ് ചെയർമാനും എല്ലാം ഒരേപോലെയാ എന്ന് പറഞ്ഞ് ഗീതുവിന്റെ കൈ പിടിച്ചുകൊണ്ടാണ് ഗോവിന്ദ് ഡാൻസ് കളിക്കുന്നത്. ഗീതു ദേഷ്യത്തോടെ പറയുന്നുണ്ട്, കണ്ണേട്ടാ കള്ളു കുടിച്ച് കൂത്താട്ടം നടത്താൻ എന്നെ കിട്ടില്ല. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ഇത് കൂത്തല്ല, സന്തോഷത്തിന്റെ സംഗമ നിർത്താ. അങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ട് രഞ്ജുവിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴേക്ക് വീണ്ടും ഇടയിൽ കയറിയിട്ട് ഗീതു നിൽക്കുകയാണ്. ഇതേസമയം രേഖേനെ കണ്ണു വെട്ടിച്ച് വീണ്ടും കാഞ്ചന കല്ലെടുത്ത് കുടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവരാണെങ്കിലും 4 പേരും കൂടെ തകൃതിയായിട്ട് ഡാൻസും, ഗീതു ഡാൻസിനില്ലെങ്കിലും അവരുടെ കൂടി ഡാൻസ് കളിച്ചേ പറ്റുന്നുള്ള അവസ്ഥയിൽ എത്തിക്കുകയാണ് അവർ. കാര്യമായിട്ടൊന്നുമില്ല, രഞ്ജുവിൻ്റെ അടുത്തേക്ക് ഗോവിന്ദ് പോകുമ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് ഇടയിൽ കയറി നിൽക്കുന്നതാണ് ഗീതു. അപ്പോൾ ഗീതുവിൻ്റെ കൈ പിടിച്ച് അവർ ഡാൻസ് കളിക്കുകയാണ്. ഗീതു ദേഷ്യത്തിൽ ഗോവിന്ദിനെ പിടിച്ചുന്തിയപ്പോഴേക്കും ഗോവിന്ദ് പോയിട്ട് രഞ്ജുവിൻ്റെ മേലെ വന്നു. അപ്പോൾ രഞ്ജു കെട്ടിപ്പിടിക്കുകയാണ് വീഴാതിരിക്കാൻ വേണ്ടി. അപ്പോൾ വീണ്ടും ഗോവിന്ദും രഞ്ജുവും കൂടെ ഡാൻസ് കളിക്കുക. അപ്പോൾ അത് കണ്ടിട്ട് ഗീതുവിന് കുശുമ്പ് കയറുക. ഇങ്ങോട്ട് വന്നേ, ഡാൻസ് ഞങ്ങൾ കളിച്ചോളട്ടാ എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജുവിനോട് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് ഗോവിന്ദിനെ പിടിച്ചു വലിക്കുകയാണ്. അപ്പോൾ പുറത്തുള്ള ശബ്ദവും ബഹളമൊക്കെ കേട്ടിട്ടാണ് രാധിക പുറത്തേക്ക് വരുന്നത്. രാധികമ്മ വന്നപ്പോഴേക്കും ഫസ്റ്റ് കാണുന്നത് കാഞ്ചനയാണ്. അപ്പോൾ കാഞ്ചന ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്, കള്ളു കുടിച്ച് ബോധമില്ലാതെയാണ് പറയുന്നത്. അതിനുശേഷമാണ് ബാക്കി ഡാൻസ് കളിക്കുന്ന ആൾക്കാരൊക്കെ രാധികനെ കാണുന്നത്. അപ്പോൾ ഡാൻസിൻ്റെ സ്റ്റെപ്പിൻ്റെ സ്പീഡൊക്കെ ഒന്ന് കുറച്ച് ഒരു കൈമുട്ടലും ഇതിലൊക്കെ ഒതുക്കുകയാണ് എല്ലാവരും കൂടെ. പക്ഷേ ഗീതു ഇങ്ങനെ ദേഷ്യത്തോടെ രാധിക അമ്മയെ നോക്കുന്നുണ്ട്. രാധിക നോക്കുന്ന സമയത്ത് വീണ്ടും കാഞ്ചന എടുത്തിട്ട് കല്ല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കല്ലെടുക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നോക്കുമ്പോഴാണ് നേരത്തെ കൊതിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ബീഫ് വരട്ടിയത് അവിടെ കാണുന്നത്. അത് കണ്ടപ്പോഴേക്കും രാധികയുടെ വായിന്ന് അറിയാതെ കൊതി വരുന്നുണ്ട്. കാരണം ഭക്ഷണം കഴിക്കാതെ നിൽക്കുകയാണല്ലോ. അപ്പോൾ അവരും ഭയങ്കര 4 പേരും ഡാൻസിൽ തന്നെയാണുള്ളത്. കാഞ്ചന ആടിക്കുഴഞ്ഞ് വന്നിട്ട് മമ്മി സോറി മമ്മി, പൂസ്റ്റായി പോയി എന്ന് പറയുമ്പോഴേക്കും കാഞ്ചന ബോധമില്ലാതെ അവിടെ വീഴാണ്. അപ്പോൾ രേഖ വേഗം കാഞ്ചനെ എന്ന് പറഞ്ഞ് പോവുകയാണ് അടുത്തേക്ക്. രേഖ കാഞ്ചനനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും രാധിക പറയുന്നുണ്ട്, പിടിക്കേണ്ട, ബോധം വരുമ്പോൾ എഴുന്നേറ്റ് പോയിക്കോളും. ഈ സമയത്ത് ഇവർ 4 പേരും നല്ല കട്ടക്ക് ഡാൻസാണ്. ഗീതുവാണ് ഇടയിൽ കിടന്ന് വട്ടം കറങ്ങുകയാണ്, കാരണം ഗോവിന്ദ് രഞ്ജുവിനെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. രാധികക്കാണെങ്കിലും ഒക്കെ കണ്ടിട്ട് ദേഷ്യമോ അരിശമൊക്കെ വരുന്നുണ്ട്. രാധിക പട്ടിണി കിടക്കുകയാണ്. വരുണു സ്വന്തം മോനാണ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ഇവരെല്ലാവരും കൂട്ടി ഡാൻസ് കളിച്ച് തിമിർക്കുകയാണ്. സോങ് അവസാന ഘട്ടത്തിലെത്തിയപ്പോഴേക്കും രഞ്ജു കൈ ഉയർത്തിയിട്ട് പറയും സ്റ്റോപ്പ് ഇറ്റ്. അപ്പോഴേക്കും സോങ് സ്റ്റോപ്പ് ആവുകയാണ്. അപ്പോൾ എല്ലാവരും രഞ്ജുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. രഞ്ജു ഇങ്ങനെ വീഴാൻ പോകുമ്പോഴേക്കും ഗീതു പോയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം രഞ്ജു സങ്കടത്തോടെ കുടിച്ച ആ ഒരു ബോധമില്ലാത്ത രീതിയിലാണുള്ളത്. രഞ്ജു പറയും, ഗീതു നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നോട് വലിയ തെറ്റാ ചെയ്തേ. അപ്പോൾ ഗീതു ഇവളെന്തേ പറയുന്നേ എന്നൊരു അർത്ഥത്തിൽ നോക്കുന്നുണ്ട്. അപ്പോൾ രേഖ വിചാരിക്കും എന്തായിരിക്കും അവൾ പറയാന്നുള്ളത്. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ഞെട്ടുന്നുണ്ട്, രഞ്ജു എന്തെങ്കിലും വിളിച്ച് പറയുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. എന്നോട് ക്ഷമിക്ക് ഗീതു എന്ന് പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ നോക്കുക എന്ത്. അപ്പോഴേക്കും ഗീതുവിനെ കെട്ടിപ്പിടിക്കുകയാണ് രഞ്ജു. എന്നോട് ക്ഷമിക്ക്, എനിക്ക് നിന്നോട് എല്ലാം ഏറ്റു പറയണം ഗീതു. അപ്പോഴേക്കും രാധികക്കും ഒക്കെ ദേഷ്യം കയറുന്നുണ്ട്, കാരണം ഇവരൊക്കെ കള്ളു കുടിച്ച് പുലമ്പുകയാണല്ലോ. രഞ്ജു കരഞ്ഞുകൊണ്ട് പറയാണ്, അല്ലെങ്കിൽ ഞാൻ കുറ്റബോധം കൊണ്ട് ചത്തുപോകും. ചെറുതായിട്ട് ഗോവിന്ദിന് അപകടം മണക്കുന്നുണ്ട്. രഞ്ജു എന്തെങ്കിലുമൊക്കെ പറയും ഇപ്പം എന്ന് മനസ്സിലായപ്പോൾ ഗോവിന്ദ് ഇടയിൽ കയറിയിട്ട് പറയുന്നുണ്ട്, രഞ്ജു പറയാനുള്ളതൊക്കെ നമുക്ക് നാളെ പറയാം, നീ ഇപ്പോൾ മുറിയിലേക്ക് പോ,
അപ്പോൾ രഞ്ജു ഇല്ലയെന്ന് പറയും. ഇല്ല, എനിക്കിപ്പോൾ പറയണം, എന്നാലേ എനിക്ക് സ്വസ്ഥത കിട്ടൂ. അപ്പോഴേക്കും ഗീതുവിൻ്റെ മനസ്സിൽ ലഡുപൊട്ടുകയാണ്. ഗീതു പുഞ്ചിരിച്ചുകൊണ്ട് പറയും, പറഞ്ഞോ. അതേസമയം രാധിക വിചാരിക്കുന്നുണ്ട്, ഇവൾ വെളിവില്ലാതെ എന്തായിരിക്കും പറയാൻ പോകുന്നത്. ഒരു ദിവസം ഗീതുവിന് ലഹരി കൊടുത്തിട്ട് അവൾ വെളിവില്ലാതെ പറഞ്ഞത് ഇപ്പോഴും മറന്നു തുടങ്ങിയിട്ടില്ല. അതിന് പുറമെ ഇവളുടെ വെളിപ്പെടുത്തൽ കൂടി വേണ്ട. റൂമിൽ പോയി കഥകടച്ചിരിക്കുന്നതാണ് നല്ലത്. രാധിക അവിടുന്ന് പോകാൻ ശ്രമിക്കുമ്പോഴേക്കും രഞ്ജുവിൻ്റെ വാക്കുകൾ കാതിൽ വീഴുകയാണ്. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയണ്ടേ, ഗീതുവിനോട് പറയാണ് രഞ്ജു. അപ്പോൾ രാധിക സ്റ്റക്കായിട്ട് തിരിഞ്ഞു നോക്കുകയാണ് രഞ്ജു എന്തായിരിക്കും പറയാമെന്നറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് ഗീതു ഉള്ളത്. എന്തായിരിക്കും പറയാമെന്നറിയാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയോടുകൂടിയാണ് നിൽക്കുന്നത്. അപ്പം ഗോവിന്ദാണെങ്കിൽ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നുണ്ട്. രഞ്ജു പറയാണ്, ഈ മൂഡിൽ എനിക്കത് പറയാൻ പറ്റൂ. രേഖയും വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്തായിരിക്കും രഞ്ജു പറയാമെന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും രഞ്ജു ആടി തിമിർത്തോണ്ട് പറയാണ്, ഹായ് ഗൈസ്, ഞാൻ ആ രഹസ്യം പറയാൻ പോവുക. എനിക്ക് ഈ സത്യം രാധികാമ്മയോട് പറയണം, എല്ലാവരോടും പറയണം. അപ്പോഴേക്കും മഹേഷ് ചോദിക്കുന്നുണ്ട്, ഗോവിന്ദേ ഇവളെന്തേ ഈ കാണിക്കുന്നത്, ഇവളെന്തെങ്കിലും പറഞ്ഞാൽ കുഴപ്പമാവും. ഗോവിന്ദ് പേടിക്കുകയാണ്. അപ്പോൾ രഞ്ജു രാധികയ്ക്ക് നേരെ തിരിഞ്ഞിട്ട് ചോദിക്കുകയാണ്, രാധികാമ്മേ ഞാൻ എന്തിനാ ഇവിടെ വന്നേന്നറിയോ. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് രാധികേൻ്റെ അടുത്ത് അവൾ പറയുമെന്ന് വിചാരിച്ചിട്ട്. അതുപോലെ തന്നെ ഗീതു ആണെങ്കിലും രാധികാമ്മ അറിയരുതെന്ന് ഗീതു ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗീതു ഇങ്ങനെ ഇടങ്ങണിട്ട് നോക്കിക്കൊണ്ട് പെട്ടെന്ന് രഞ്ജുവിൻ്റെ അടുത്തേക്ക് പോയിട്ട് പറയും, രഞ്ജു ഇപ്പോഴൊന്നും സംസാരിക്കാൻ പറ്റുന്നൊരവസ്ഥയിലല്ല. രഞ്ജു അപ്പോഴേക്കും അബോധാവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുഴയാണ്, നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ തോളിൽ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് രേഖയോട് കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാനിപ്പം ബാക്കിയൊക്കെ പുറത്തെടുക്കാന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ രേഖയും തലയാട്ട് കാണും. അപ്പോൾ രഞ്ജു കുഴഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഗീതു നീ പറഞ്ഞാൽ ഞാൻ എവിടെ വേണേലും വരാം, നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഗീതു സന്തോഷത്തോടു കൂടി കൂട്ടിക്കൊണ്ടു പോവാണ്. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, ഇങ്ങനെ പുലമ്പിക്കൊണ്ടേയിരിക്കുകയാണ്, ഗീതു എനിക്ക് നിന്നോട് സംസാരിക്കണം. ഗീതു ആണെങ്കിൽ കൊണ്ടുപോകുന്നതിനിടയിൽ ഒന്ന് തിരിഞ്ഞിട്ട് ഗോവിന്ദിനെ നോക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള രഹസ്യം ഞാൻ ഇപ്പം അറിഞ്ഞോളാം കേട്ടോ എന്നൊരർത്ഥത്തിൽ. ഗോവിന്ദാണെങ്കിൽ പെട്ട് കിടക്ക്, എങ്ങനെയെങ്കിലും ഗീതുവിൻ്റെ കയ്യിൽ നിന്ന് രഞ്ജുവിനെ പിടിപിടിക്കണം, അല്ലെങ്കിൽ സത്യങ്ങളൊക്കെ പുറത്തു വരുന്നുള്ളൊരു പേടിയിലാണുള്ളത്. കുടിച്ച കള്ള് മൊത്തം ഇറങ്ങിപ്പോയൊരവസ്ഥയിലാണ് ഗോവിന്ദുള്ളത്. അങ്ങനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയതിനു ശേഷം ഗീതു രഹസ്യമായിട്ട് ചോദിക്കുകയാണ്, ഇനി പറഞ്ഞോ, നിനക്ക് എന്താ എന്നോട് പറയാനുള്ളേ. ഇപ്പോൾ രഞ്ജു കൊച്ചു കുട്ടികളെ പോലെ കരയാണ്. അപ്പോൾ ഗീതു അത് നോക്കി നിന്നിട്ട് പറയും, അയ്യേ കരയാതെ, നീ എന്ത് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ അതൊന്നും രഞ്ജുവിൻ്റെ കരച്ചിൽ നിർത്തിക്കുന്നുണ്ടായിരുന്നില്ല. നീ എന്താന്ന് വെച്ചാൽ പറഞ്ഞോ. അപ്പോൾ രഞ്ജു വീണ്ടും കരഞ്ഞിട്ട് പറയും, നിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പം തന്നെ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ഗീതു. അതെ, ഞാൻ നിന്നോടൊന്നും ഒളിച്ചു വെക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഗീതു പറയും, ഒളിച്ചു വെച്ചതെല്ലാം പറഞ്ഞോ, ഞാൻ കേൾക്കാൻ റെഡിയാ. പക്ഷേ ഞാൻ പറയുന്നത് വേറെ ആരോടും പറയരുത്. ഇല്ല, വേറെ ആരോടും പറയില്ല. മദർ പ്രോമിസ്. മദർ മാത്രമല്ല, ഫാദറും ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും എല്ലാവരും ചേർന്നിട്ടുള്ള പ്രോമിസ്. ഗീതു കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ക്യൂരിയോസിറ്റിയോട് കൂടിയാണ് നിൽക്കുന്നത്. ഞാൻ പറയാൻ പോകുന്നതേ എനിക്ക് പറയാൻ പറ്റുന്നില്ല. രഞ്ജു കരഞ്ഞോണ്ട് പറയുമ്പോൾ ഗീതു ചോദിക്കും, വെള്ളം വേണോ. അപ്പോൾ ഗീതു വെള്ളം എടുക്കാൻ പോകുമ്പോഴേക്കും രഞ്ജു കൈ കയറി പിടിക്കുകയാണ്. എനിക്ക് കള്ള് മതി. ഇനിയും നീ കള്ളു കുടിച്ചാലേ പിന്നെ നിൻ്റെ കരച്ചിൽ നിൽക്കത്തേ ഇല്ല. പറയാം, ഞാൻ ഗോവിന്ദേട്ടൻ്റെ ആരാന്നല്ല നിനക്കറിയണ്ടേ. അപ്പോഴേക്കും ഗോവിന്ദ് അങ്ങോട്ടേക്ക് വരികയാണ്. അതെ, ഞാൻ ഗോവിന്ദേട്ടൻ്റെ ആരാന്ന് അറിഞ്ഞാലേ നീ ഞെട്ടും. അതുമാത്രം ഗോവിന്ദാണ് ആദ്യം ഞെട്ടിയത്. അപ്പോൾ ഗീതു ഇങ്ങനെ ക്യൂരിയോസിറ്റിയോട് കൂടി നിൽക്കുകയാണ്. നിന്നെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ടേ ഞാൻ പറയാം. രഞ്ജു കരഞ്ഞുകൊണ്ട് പറയാണ്. അപ്പോഴേക്കും ഗോവിന്ദ് വിളിക്കുകയാണ്, രഞ്ജു. അപ്പോൾ രണ്ടുപേരും ഷോക്കായിട്ട് ഗോവിന്ദിനെ നോക്കുന്നുണ്ട്. നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ, വാ റൂമിൽ കൊണ്ടാക്കാം. കണ്ണേട്ടൻ ഗോവിന്ദേട്ടൻ മാറ്, ഞാൻ ഈ രഹസ്യം ഒന്ന് പറഞ്ഞോട്ടെ. അപ്പോഴേക്കും ഗീതുവും പറയുന്നുണ്ട്, കണ്ണേട്ടൻ മാറ്, അവളൊന്ന് പറയട്ടെ. അപ്പോൾ വീണ്ടും ഗീതുവിനെ മാറ്റിക്കൊണ്ട് ഗോവിന്ദ് പറയുന്നുണ്ട്, ഇവളെ കള്ളു കുടിച്ച് സ്വബോധം നഷ്ടപ്പെട്ട അവസ്ഥയില്ല. ഇപ്പം സംസാരിച്ചാലേ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളെ പറയൂ, നമുക്ക് നാളെ സംസാരിക്കാം, വാ എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജുവിൻ്റെ കൈ കയറി പിടിക്കുകയാണ്. അപ്പോൾ രഞ്ജു വീണ്ടും കയ്യിൽ നിന്ന് കുതറിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നോ ഇത് പരസ്പര ബന്ധത്തിൻ്റെ കാര്യമാണ്, എൻ്റെ ബന്ധമാണ് ഇവളുടെ ബന്ധം. അത് കേട്ടപ്പോൾ തന്നെ ഗോവിന്ദ് വീണ്ടും ഗീതുവിനോട് പറയും, കണ്ടോ ഇവള് നോർമലേ അല്ല. അപ്പോൾ ഗീതു ദേഷ്യത്തോടെ പറയും, പറയുന്ന ആൾ ഭയങ്കര നോർമൽ ആയതുകൊണ്ട് കുഴപ്പമില്ല. ശരിക്കും നിങ്ങളിൽ ആരാ പൂസ്. ഗീതു, ഇവളിപ്പോൾ പറയുന്നത് നാളെ പറയില്ല, അതുകൊണ്ട് നമുക്ക് സ്വബോധത്തിൽ സംസാരിക്കാം. എന്നിട്ട് ഗോവിന്ദ് മനസ്സിൽ വിചാരിക്കും, നാളെ ആകുമ്പോൾ ഇക്കാര്യം രഞ്ജു മറന്നു പോയിക്കോളും, വാ ഞാൻ നിന്നെ റൂമിലാക്കാം എന്ന് പറഞ്ഞിട്ട് രഞ്ജുവിനെ വീണ്ടും ചേർത്ത് പിടിക്കുമ്പോഴേക്കും രഞ്ജു വീണ്ടും കുതറുകയാണ്. എനിക്ക് ആരോടെങ്കിലും സത്യം പറയണം. നീ അത് എന്നോട് വേണമെങ്കിൽ പറഞ്ഞോ, ഞാൻ എത്ര വേണമെങ്കിലും സത്യം കേൾക്കാം, പക്ഷേ ഇന്ന് വേണ്ട, വാ എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജുവിനെ വലിച്ചുകൊണ്ട് പോകണം. രഞ്ജു ആണെങ്കിൽ ചെറിയ കുട്ടികളെ പോലെ മോങ്ങി കരയുന്നുണ്ട്. ഗീതു പിന്നെന്ന് വിളിക്കുകയാണ്, കണ്ണേട്ടാ. അപ്പോൾ രഞ്ജു ഇങ്ങനെ പറയാണ്, എന്നെ വിട് ഗോവിന്ദേട്ടാ, എന്നെ വിട്. അപ്പോൾ അവരുടെ പോക്ക് നോക്കി നിൽക്കുകയാണ് ഗീതു. അവളെ കൊണ്ട് സത്യം പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ട് പോയതാ. കണ്ണേട്ടാ, എന്നെ അറിയിക്കാതെ മറച്ചു വെച്ചിരിക്കുന്ന ആ രഹസ്യം ഞാൻ കണ്ടുപിടിക്കും.
രാത്രി ആയപ്പോഴേക്കും കുളിച്ച് ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് ഗോവിന്ദ് മുറിയിലേക്ക് വരുന്നത്. കുറച്ച് നേരത്തിന് ശേഷം ഗീതു ആദ്യം ഒന്ന് വാതിൽക്കൽ വന്ന് നോക്കിയതിന് ശേഷം നേരെ വന്ന് ഗോവിന്ദിൻ്റെ അടുത്ത് തന്നെ ബെഡിൽ ഇരിക്കുകയാണ്. എന്നിട്ട് പറയും, കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായി, നിനക്കെന്താണ് മനസ്സിലായതെന്ന് എനിക്കും കൂടെ മനസ്സിലാവണ്ടേ? ഗോവിന്ദ് പറയാണ്. പൊട്ടം കളിക്കല്ലേ, നിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഊഹിച്ചെടുക്കാൻ ഞാൻ ബ്രഹ്മാവല്ല. കണ്ണേട്ടൻ ഭയങ്കര കള്ളനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. രഞ്ജു എന്നോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോയപ്പോഴേ, അവളെ കൂട്ടിക്കൊണ്ടുപോയപ്പോഴേ എനിക്ക് മനസ്സിലായി മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ണേട്ടനാണെന്ന്. കണ്ണേട്ടനും രഞ്ജുവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അവൾ പറയാൻ തുടങ്ങിയതാ. ആ സമയത്തല്ലേ മനഃപൂർവ്വം വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. ഓ അതാണോ? അത് തന്നെ ഗോവിന്ദ. ഗോവിന്ദ് ഞെട്ടിയിട്ട് ഗീതുവിനെ നോക്കുകയാണ്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, നേരത്തെ ശത്രുക്കളായിട്ട് പെരുമാറിയ നിങ്ങൾ എങ്ങനെ ഇത്ര അടുപ്പക്കാരായി? അത് ഞാൻ കണ്ടുപിടിക്കും. എനിക്കതിൻ്റെ ചിലവ് വെറും 4 ഗ്ലാസ് കള്ളാണെന്ന് മനസ്സിലായി. 4 ഗ്ലാസ് കള്ളോ? ആ, അത് കൊടുത്താലേ രഞ്ജു എന്തും തുറന്നു പറയും. വേണമെങ്കിൽ 8 ഗ്ലാസ് തന്നിട്ട് നിങ്ങളെ കൊണ്ട് വേണമെങ്കിലും ഞാൻ ആ രഹസ്യം പറയിപ്പിക്കും. അപ്പോൾ ഗോവിന്ദ് സീരിയസ് ആയിട്ട് പറയും, നിനക്കത് അറിഞ്ഞേ പറ്റൂ എന്നാണെങ്കിൽ ഞാനത് പറയാം. അപ്പോൾ ഗീതുവും പറയും, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് എനിക്കറിയേണ്ടത്. അപ്പോൾ ഗോവിന്ദ് ഗീതുവിനെ നോക്കിക്കൊണ്ട് പറയും, അതിനു മുമ്പ് റിലേഷൻ ഉണ്ടാവാനുള്ള കാരണം കൂടി അറിയണം. ഇത് നമ്മൾ മാത്രമേ അറിയാവൂ, നീയല്ലാതെ വേറൊരാളോട് പറഞ്ഞാൽ ഇത് വിശ്വസിക്കില്ല. ഗീതുവിനും ആകാംക്ഷയാവുന്നുണ്ട്. ഗീതു പറയും, ഷോ ഒന്ന് വേഗം പറ. ഒരിക്കൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ അഡ്വഞ്ചറസ് ട്രിപ്പിന് പോയി. നിങ്ങൾ ഒറ്റയ്ക്കോ? ഗീതു ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് ദേഷ്യത്ത് പറയും, 2 പേരെങ്ങനെയാ ഒറ്റയ്ക്ക് പോകുന്നേ? ആ ഓക്കെ. എന്നിട്ട് നീ താമരശ്ശേരി ചുരം എന്ന് കേട്ടിട്ടില്ലേ? ആ, റോഡ് റോളർ പറപ്പിച്ച താമരശ്ശേരി ചുരം അല്ലേ? ആ അതേ ചുരം തന്നെ. ചുരം, അഡ്വഞ്ചറസ് ട്രിപ്പ്, ഞങ്ങളുടെ ജീപ്പ്, ഓഫ് റോഡ്, പെട്ടെന്നൊരു ആക്സിഡൻറ്റ്. അപ്പോൾ ഗീതു ഇങ്ങനെ ഞെട്ടുകയാണ്. ഗോവിന്ദാണെങ്കിൽ സീരിയസ് ആയിട്ടുള്ളൊരു കഥ പറയുന്നൊരു ഇതിലാണ് പറയുന്നത്. ഞങ്ങളുടെ ജീപ്പിൻ്റെ ആണി ഊരിത്തെറിച്ചു പോയി. അപ്പോൾ ഗീതു ചോദിക്കും, ആണിയോ? ആണിയെന്ന് പറഞ്ഞാൽ ഈ ഞെട്ടും ബോൾട്ടും. ബ്രേക്ക് ചവിട്ടിയിട്ട് കിട്ടുന്നില്ല, ചക്രത്തിന് ആണിയില്ലല്ലോ. അപ്പോൾ ഗീതു തിരുത്തി കൊടുക്കുകയാണ്, നെട്ടും ബോൾട്ടും. ആ അതല്ല, ഭയങ്കര ഇറക്കം, ഒരു വശത്ത് കൊക്ക, ചക്രം പാളിപ്പോവുന്നു. ഗീതു വീണ്ടും തിരുത്തി കൊടുക്കുകയാണ്, ടയർ. ആ അത് തന്നെ, ഊരിത്തെറിച്ച് പോവാൻ വെമ്പി നിൽക്കുന്നു. അപ്പോൾ ഗീതു ഇങ്ങനെ കണ്ണു വീഴ്ചിട്ട് ചോദിക്കും, എന്നിട്ടോ? അടുത്ത ക്ഷണം രഞ്ജു ആണിവിരൽ ഞെട്ടും പൊട്ടും പോയ ഭാഗത്തേക്ക് കയറ്റി വെക്കുന്നു. അപ്പോൾ ഗീതുവിൻ്റെ മുഖത്താണെങ്കിൽ പേടിച്ചിട്ട് എന്തൊക്കെയോ ആയി നിൽക്കുകയാണ്. വിരൽ വെച്ച് എന്നൊക്കെ അപ്പോഴേക്കും ഗോവിന്ദ് ഇഷോ എന്നൊക്കെ പറഞ്ഞ് മുഖം പൊത്തുകയാണ്. അപ്പോൾ പെട്ടെന്ന് മെല്ലെ മുഖത്തുനിന്ന് ആ 2 വിരലിങ്ങനെ മാറ്റിയിട്ട് ഗീതുവിനെ കള്ളക്കണ്ണോട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഗീതു ആണെങ്കിൽ ഇങ്ങനെ പേടിച്ചിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഇങ്ങനെ മുഖം വെച്ച് നിൽക്കുകയാണ്. ഗോവിന്ദ് കഥ പറയുന്നതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കര സാഹസികമായ സംഭവമായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗീതു അത്രയും നേരം വിശ്വസിച്ചത്. അപ്പോൾ ഗീതുവിൻ്റെ മുഖം അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് ഗീതു ഗോവിന്ദിനെ നോക്കുന്ന സമയത്ത് വിരലിൻ്റെ ഇടയിലൂടെ ഗോവിന്ദ് ഇങ്ങനെ അടങ്ങാനിട്ട് നോക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഗീതുവിന് കാര്യം മനസ്സിലായി, പറ്റിച്ചതാണ്. എന്നിട്ട് ഗീതു പറയും, ഈ കഥ ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ടല്ലോ, രാമായണം. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ചമ്മിയിട്ട് നിൽക്കുകയാണ്. വിരലിന് പകരം മുടിയിലെ സ്ലൈഡ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒറിജിനാലിറ്റി തോന്നിയേനെ. അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട്, ഇവിടെ ലോജിക്കിലല്ലോ മാജിക്കിലല്ലേ കാര്യം. അപ്പം ഇത്രയും നേരം നിങ്ങളെന്നെ പൊട്ടം കളിപ്പിച്ചതാണല്ലേ? അപ്പോൾ ഗോവിന്ദ് കളിയാക്കി ചിരിച്ചോണ്ട് പറയും, ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ, ഞാൻ പറയുന്നത് നീ അല്ലാതെ വേറെ ആരും വിശ്വസിക്കത്തില്ലാന്ന്. നീ ഒരു പൊട്ടിയാണെന്ന് നിന്റെ നെറ്റിയിൽ എഴുതി ഒട്ടിച്ച് വെച്ചിരിക്കുകയല്ലേ. ഗീതുവിൻ്റെ നെറ്റി പിടിച്ച് തള്ളുകയാണ്. അപ്പോൾ ഗീതു എടാ ദുഷ്ടാ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദിന് ഇങ്ങനെ കൈയുടെ മസിൽ വരുന്ന ഭാഗത്ത് ഇടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഗോവിന്ദാണെങ്കിൽ മസിൽ പെരുപ്പിച്ച് വെച്ചിട്ട് ഗീതുവിൻ്റെ ഇടി മൊത്തം ഡിഫെൻഡ് ചെയ്യാണ്. ഫൈനലി ഗീതുവിന് കൈ ഭയങ്കരമായിട്ട് വേദനിക്കുകയാണ്. അമ്മേ, യോഗ ചെയ്തിട്ട് ഈ കയ്യിലൊക്കെ മസിൽ ഇങ്ങനെ ഉരുട്ടി കയറ്റി വെച്ചിരിക്കുവാണല്ലേ. അപ്പോൾ ഗോവിന്ദ് പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗീതു പറയും, എൻ്റെ കൈ പോയി. അപ്പോൾ ഗോവിന്ദിൻ്റെ ചിരി കണ്ടപ്പോൾ ഗീതുവിന് വീണ്ടും ദേഷ്യം വന്നിട്ട് ഗോവിന്ദിൻ്റെ കൈക്ക് അവിടെ പോയിട്ട് മസിലുള്ള ഭാഗത്ത് കടിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പെറുവിറുക്കുന്നുണ്ട്, കോമ്പല്ലോണ്ട് കടിച്ചാൽ ഏത് മസിലും പോവും. ഗീതു ആണെങ്കിൽ കൈവേദനിച്ചിട്ട് ഇങ്ങനെ കുടഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പോയിട്ട് റൂമിൻ്റെ വാതിൽ ലോക്ക് ചെയ്യാണ്. എന്നിട്ട് നേരെ ബെഡ് പോയിട്ട് പുതപ്പ് പുതച്ചിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, പൊട്ടി. ഗുഡ് നൈറ്റ് ഗീതു പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് വീണ്ടും കളിയാക്കാണ്, പൊട്ടി. കിഷോർ ഫോണിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ അമ്മ അടുത്ത് വന്നിരിക്കുന്നത്. മോനെ, നീ ഇനി പഴയതുപോലെ നടന്നാൽ പോരാ. അവർണികയുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വേണം. പരമാവധി അവളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കണം. പക്ഷേ കിഷോർ വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ് കേൾക്കുന്നത്. അപ്പോഴേക്കും അമ്മ അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിക്കുകയാണ്. എന്നിട്ട് അത് അവിടെ സോഫയിൽ ഇട്ട് പറയും, കുറച്ച് നേരം ഇതൊന്ന് മാറ്റി വെക്ക്, എന്നിട്ട് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അപ്പോൾ കിഷോർ അമ്മയുടെ അടുത്ത് വന്നിരുന്നിട്ട് പറയും, അവർണിക പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞത് മുതൽ ഞാനിത് കേൾക്കുന്നതല്ലേ. അപ്പോൾ അവർ പറയുന്നുണ്ട്, എടാ ഗർഭിണികൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, എങ്കിലേ കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ ജനിക്കൂ. അപ്പോഴേക്കും അവർണിക പുഞ്ചിരിച്ചുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ടേക്ക് വരുന്നുണ്ട്. ആരോട് ഫോണിൽ സംസാരിക്കുകയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞേക്കാം, ശരി ഡാഡി എന്നൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യാണ്. അപ്പോഴേക്കും കിഷോറിൻ്റെ അമ്മ പുഞ്ചിരിക്കുന്നുണ്ട് അവർണികയുടെ സംസാരത്തിൽ ആ സന്തോഷം കാണുമ്പോൾ. പക്ഷേ കിഷോർ വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ നിൽക്കുകയാണ്. അങ്ങനെ അവർണിക അവരുടെ അരികിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരോടായിട്ട് പറയുകയാണ്, അച്ഛൻ ഭയങ്കര ഹാപ്പിയാ, നാളെ രാവിലത്തെ ഫ്ലൈറ്റ് തന്നെ ഇങ്ങോട്ട് പോരുന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കിഷോറിൻ്റെ മുഖത്ത് ഭയങ്കര താല്പര്യമില്ലാത്ത മട്ടിലാണ്. പക്ഷെ അവൻ്റെ അമ്മ നന്നായിട്ട് പുഞ്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് കിഷോർ ചോദിക്കുകയാണ്, അതിനെന്തിനാ ഇത്രയേറെ സന്തോഷം?
അപ്പോൾ അവർണിക പറയും, നിൻ്റെ അമ്മയും സിസ്റ്ററും എന്തിനീ സന്തോഷിക്കുന്നേ? അതേ കാര്യത്തിന് അതിനേക്കാൾ 10 ഇരട്ടി സന്തോഷിക്കുന്നുണ്ട് എൻ്റെ ഡാഡി, അവർണിക പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്. അപ്പോൾ കിഷോർ ദേഷ്യത്തോടെ പറയും, അതിനിത് ലോകത്തിലെ ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ എല്ലാവരെയും വിളിച്ചറിയിക്കാൻ. കിഷോറിൻ്റെ അമ്മയെ അവർണിക ഒരുപോലെ ഞെട്ടുകയാണ് കിഷോറിൻ്റെ സംസാരം കേൾക്കുമ്പോൾ. അപ്പോൾ അവർണിക കുറച്ച് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, പക്ഷേ എൻ്റെ കാര്യത്തിൽ ഇത് ആദ്യത്തെ സംഭവമാണ്. അപ്പോൾ അമ്മയും കിഷോറിനോട് പറയുന്നുണ്ട്, എന്താടാ ഗർഭിണിയായിരിക്കുന്ന ഭാര്യയോടാണ് ചൊറിയുന്ന വർത്താനം പറയുന്നേ? അപ്പോൾ അവർണിക വന്ന് കിഷോറിൻ്റെ അരികിൽ ഇരുന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട്, അതെങ്ങനാ? എത്ര സുന്ദരമായ കാര്യത്തിലാണെങ്കിലും അതിനിടെ കയറി ചൊറിയാനല്ലേ കിച്ചു ശ്രമിക്കുന്നേ? അപ്പോൾ കിഷോർ പറയാണ്, മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കണ്ട, പ്രഗ്നൻ്റായ വിവരം നീ എന്തിനാ ഇങ്ങനെ എല്ലാവരെയും വിളിച്ച് അറിയിക്കുന്നേ? അപ്പോൾ അവർണിക ചോദിക്കുന്നുണ്ട്, ഒളിപ്പിച്ച് വെക്കാൻ ഇത് അവിഹിതമൊന്നും അല്ലല്ലോ. അതല്ല അവർണിക, നമ്മളിപ്പോൾ ഒരു വല്ലാത്ത ഫിനാൻഷ്യൽ ക്രൈസിസിൽ നിൽക്കുക. നമ്മുടെ 2 പേരുടെയും പ്രതിഫലം കൊണ്ട് ലോണിൻ്റെ ഇൻട്രസ്റ്റ് അടക്കാൻ പോലും പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിലെ ചിലവുകൾക്കുള്ള പണം പോലും നമ്മുടെ കയ്യിലില്ല. അവർണിക ഇങ്ങനെ എന്താ കിച്ചു പറയുന്നതെന്ന് കേൾക്കാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയോടെ ഇരിക്കുകയാണ്. അപ്പോൾ കിഷോർ പറയുന്നുണ്ട്, ഈ ഒരു അവസ്ഥയിൽ നമുക്കൊരു കുഞ്ഞു വേണോ? അപ്പോഴേക്കും കിഷോറിൻ്റെ അമ്മ തന്നെ അവൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുകയാണ്. ഡാ നീ എന്താ പറഞ്ഞേ? ദൈവദോഷം പറയുന്നോടാ. ശബ്ദം കേട്ട് കിഷോറിൻ്റെ പെങ്ങളും വരുന്നുണ്ട്. ആ ഷോക്കിൽ നിന്ന് മാറിയപ്പോൾ അവർണിക ചോദിക്കുകയാണ്, നിനക്കെന്താ ഈ കുഞ്ഞിനെ വേണ്ടേ? അപ്പോൾ കിഷോർ സാവകാശം പറയും, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് എന്തവസ്ഥ? നിത്യചെലവിന് വകയില്ലാത്ത വീടുകളിൽ പോലും 2-3 കുഞ്ഞുങ്ങൾ ജനിച്ചു വളർന്ന് ജീവിക്കുന്നു. അവരൊക്കെ തലയ്ക്ക് കീഴിൽ നോട്ടുകെട്ടുകൾ അടുക്കി വെച്ചിട്ടാണോ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ തീരുമാനിക്കുന്നേ? ആണോ? അപ്പോൾ കിഷോർ തിരിച്ചു ചോദിക്കുകയാണ്, നമുക്കൊരു കുഞ്ഞു ജനിക്കുമ്പോൾ അതെല്ലാ സൗകര്യത്തോടും കൂടി വളർന്ന് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ? അപ്പോൾ അവർണിക തിരിച്ചു പറയുന്നുണ്ട്, നമ്മുടെ കുഞ്ഞ് ഉള്ള സൗകര്യത്തിൽ ജീവിച്ചാൽ മതി, അത് മതിയോ എന്ന് ആലോചിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം കിഷോറിൻ്റെ പെങ്ങളും പറയുന്നുണ്ട്, എന്താ ഏട്ടാ, വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാതെ എത്രയോ പേര് വിഷമിച്ചിരിക്കുമ്പോൾ ഈശ്വരൻ തന്ന അനുഗ്രഹത്തെ വേണ്ടെന്ന് വെക്കാനാണോ ഏട്ടൻ തീരുമാനിക്കുന്നത്? അപ്പോൾ കിഷോർ പറയാണ്, 1 വർഷം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സാമ്പത്തിക പ്രതിസന്ധിയും മാറും, നമ്മൾ അപ്പം ആലോചിച്ചാൽ പോരെ അവർണിക? അപ്പോൾ അവർണിക പകയോടുകൂടി എന്ന പോലെയാണ് കിഷോറിനെ തന്നെ നോക്കുന്നത്. അപ്പോൾ ഈ ജീവനെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കഷ്ണിച്ച് കണ്ടാക്കി മുറിച്ച് കളയണം അല്ലേ? മറുപടിയൊന്നും പറയാതെ കിഷോർ ഇരിക്കുകയാണ്. കിഷോറിൻ്റെ അമ്മയാണ് നെഞ്ചിൽ കൈവെക്കുന്നുണ്ട്. അതിനുശേഷം ദേഷ്യത്തോടെ അവർണിക പറയുന്നുണ്ട്, നീ എൻ്റെ ഭർത്താവായി തുടർന്നാലും ഇല്ലെങ്കിലും ഈ കുഞ്ഞിനെ നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. അപ്പോൾ കിഷോർ ഷോക്കായിട്ട് എണീക്കുന്നുണ്ട്. അപ്പോഴേക്കും കിഷോറിൻ്റെ അമ്മയും കൂടെ നിൽക്കുകയാണ്. അപ്പോൾ കിഷോറിൻ്റെ പെങ്ങൾ പറയുന്നുണ്ട്, ഇക്കാര്യത്തിൽ ഞാൻ ചേച്ചിയുടെ ഒപ്പേ നിൽക്കൂ. അമ്മയും പറയുന്നുണ്ട്, ഇവൻ വെളിവുകേട് കൊണ്ട് ഓരോന്ന് വിളിച്ച് പറയുന്നതാ മോളെ, പണവും ബിസിനസ്സും എന്നല്ലാതെ കുടുംബവും കുട്ടികളൊന്നും ഇവൻ്റെ ചിന്തയിലില്ല, അതിൻ്റെ കുഴപ്പാ. ഞാനും മോളുടെ തീരുമാനത്തിനൊപ്പാ, ഈ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ കിഷോറിനെ പിടിച്ച് ചേർത്ത് നിർത്തിയിട്ട് അവർണിക പറയുന്നുണ്ട്, ഉദരത്തിൽ ജീവൻ വെച്ച് തുടങ്ങി ഈ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാനുള്ള നിൻ്റെ തീരുമാനമുണ്ടല്ലോ, അത് ഈ കുഞ്ഞിനെ കൊല്ലുന്നതിന് തുല്യ. കിഷോർ ഒന്നും പറയുന്നില്ല. അപ്പോൾ അവർണിക പറയാണ്, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ ഞാൻ വളർത്തും. ഇനി കുഞ്ഞിനെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞോ? അതിനെ വളർത്തണമെന്നുള്ളത് ആലോചിക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഇനി എന്താലോചിക്കാനാ? ചേച്ചി പറഞ്ഞതുപോലെ കുഞ്ഞിനെ ഉള്ള സാഹചര്യത്തിൽ വളർത്തണം, പെങ്ങളും പറയുന്നുണ്ട്. അമ്മ പറയാ, എന്നാലും നിനക്കങ്ങനെ ചിന്തിക്കാൻ തോന്നിയല്ലോടാ ദ്രോഹി. എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വെച്ച് കഴിയുമ്പോൾ ദൈവം നിനക്ക് സന്താന ഭാഗ്യം തന്നില്ലെങ്കിലോടാ. പറഞ്ഞ കണ്ണീര് തുടക്കുമ്പോഴേക്കും കിഷോർ പറയാണ്, ഞാനൊരു അഭിപ്രായം പറഞ്ഞു, എന്നാൽ നിങ്ങൾക്കെല്ലാം കുഞ്ഞ് ജനിക്കണം എന്നാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. എന്നിട്ട് കിഷോർ അവിടുന്ന് പോവുകയാണ്. കുറച്ച് നേരം മുന്നോട്ടേക്ക് പോയപ്പോൾ കിഷോർ ഒരു കൗശല ചിരിച്ചിരിക്കുന്നുണ്ട്. കാരണം എല്ലാവരുടെയും മനസ്സിൽ വെറുപ്പ് പടർത്താൻ തന്നെ അവന് ശ്രമിക്കുന്നത്. അതിനുശേഷം അവൻ മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ അമ്മ സമാധാനിപ്പിക്കുന്നുണ്ട് അവർണിക, വിഷമിക്കല്ലേ മോളെ. പെങ്ങളും പറയാണ്, ഏട്ടനൊരു വിവരക്കേട് പറഞ്ഞത് ചേച്ചി കാര്യമായിട്ട് എടുക്കണ്ട, അവൻ ഇതിൻ്റെയൊന്നും വില ഇപ്പം മനസ്സിലാവില്ല മോളെ. അപ്പോൾ അവർണിക കരഞ്ഞുകൊണ്ട് പറയാണ്, ഞാൻ ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചത്. കിച്ചു എൻ്റെ മനസ്സ് തകർത്ത് കളഞ്ഞു. അവർണിക ചെറിയ കുഞ്ഞിനെ പോലെ പൊട്ടി പൊട്ടി കരയാണ്. അപ്പോൾ അമ്മ ചേർത്ത് പിടിക്കുകയാണ് അവർണികയെ. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.